Android ആയിരുന്നു അല്ലേ? ഫിഫ്ത്ത് മൊഡ്യൂൾ ആൻഡ്രോയിഡ്, ഇറ്റ്സ് ബേസിക് ബിൽഡിംഗ് കമ്പോണൻസ് അല്ലേ? ഓക്കെ, സോ ആ ബേസിക് കമ്പോണൻസിൽ വരുന്ന കാര്യങ്ങളാണ് application components, user interface components, communication components. Okay. Already we covered this portion, application components and user interface components. Application components വരുന്നതാണ് activity, services, broadcast receivers, content providers. അതുപോലെ തന്നെ user interface components വരുന്നത് views and notification. Okay. Then next, last component of Android is communication components, intents and intent filters. Okay. Okay. Communication component, intent. Intent means some event. Okay. Means intents are a way of telling Android what you want to do. Okay. So basically, it is a communications between these components, message that pass between these components, activities, content providers, broadcast receivers, service, etc. Okay, so Android intent is the message that is passed between components such as activities, content providers, broadcast receivers, services, etc. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആൻഡ്രോയിഡ് കമ്പണൻസിന് തമ്മിലുള്ള മെസ്സേജസിനെയാണ് നമ്മൾ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, in other words, you are just describing your intention, what you want to do. Okay, intents can be used to signal to the Android system that a certain event has occurred. Okay, so there are two types of intents, explicit intent and implicit intent. ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇന്റന്റ് എന്താണെന്ന് മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കഴിഞ്ഞ ക്ലാസ്സിൽ വ്യൂസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. ഗുഡ്. ഓക്കെ, ഇന്റന്റ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ആൻഡ്രോയിഡിനോട് നമ്മുടെ ഒ എസിനോട് പറയുന്നു. ഓക്കെ, ഇന്റന്റ്, ഇറ്റ് ഈസ് എ മെസ്സേജ് പാസ്ഡ് ബിറ്റ്വീൻ അവർ ബേസിക് കമ്പോണൻറ്റ്സ്. ഓക്കെ, സോ വി ഹാവ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന സമയത്ത് let's go through these points. Used to call a specific component. When you know which component you want to launch and you do not want to give the user free control over which component to use. Okay, already ഒരു സ്പെസിഫിക് കമ്പോണൻറ്റിനെ കോൾ ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് ഇന്ന സ്പെസിഫിക് കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതാണ് അതിൽ വരുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ല, യൂസർ അല്ല അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, okay, so for example, you have an application that has two activities, activity A and activity B. You want to launch activity B from activity A. In this case, you define an explicit intent targeting activity B and then use it by directly calling it. Okay, so ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി അതിന് ഓൾറെഡി സ്പെസിഫിക് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ഉണ്ട്, അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന സമയത്തോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പം യൂസേഴ്സിന് ചോയ്സ് ചെയ്യാം, യൂസേഴ്സിന് ഓപ്റ്റ് ചെയ്യാം ഏത് കമ്പോണൻ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ process നടത്താമെന്നുള്ളത്. Okay, so used when you have an idea of what you want to do but you do not know which component should be launched, or if you want to give the user an option to choose between a list of components to use. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പിക്ചർ, സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഷെയർ എ പിക്ചർ. ഓക്കെ, പിക്ചർ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഷെയർ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ തൊടും അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സസ് വരും, ബ്ലൂടൂത്ത് ആണോ, വാട്സപ്പ് ആണോ, ഇമെയിൽ ആണോ, അല്ലേ? ആണോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ്.
ഓക്കെ. സോ സെയിം കാര്യമാണ് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റിൽ പറയുന്നത്. ഇവിടെ യൂസേഴ്സിന് എന്ത് ചെയ്യും? ഡിവൈസ് വിൽ ലിസ്റ്റ് ഓപ്ഷൻസ് ഫോർ യൂസർ അല്ലേ? ഏത് കമ്പോണൻറ്റ്, ലിസ്റ്റ് ഓഫ് കമ്പോണൻറ്റ്, ഒരു ലിസ്റ്റ് ഓഫ് കമ്പോണൻസിന് വിച്ച് വൺ ഹാസ് ടു യൂസ് അല്ലേ? സോ if these intents are sent to the Android system, it searches for all components which are registered for the specific action and the data type. If only one component is found, Android starts the component directly. Okay. So example ആയിട്ട് പറയുന്നുണ്ട്, you have an application that will send an image. Image can be sent via Gmail, WhatsApp, Bluetooth, etc. If the application defines it as an implicit intent, it will provide a list of possible options to the user. Okay. Suppose if that particular application it never defines, okay, it defines it as an explicit intent, it will not provide a list of possible options to the user. Instead of it directly എന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇറ്റ് വിൽ ഡയറക്ട്ലി സ്റ്റാർട്ട് ദ കമ്പോണൻറ്റ് ആക്ടിവിറ്റി. ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഏതാണോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്, ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് വെച്ചിട്ട് തന്നെ ദാറ്റ് ആക്ഷൻസ് വിൽ സ്റ്റാർട്ട് ദ പ്രോസസ്. ഓക്കെ. ഓക്കെ ആണോ? എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആൻഡ് implicit intent. Intent means telling Android what you want to do. Okay അല്ലേ? Okay. Next, intent filters. Okay. ജസ്റ്റ് അതിൻ്റെ ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു പിക്ചർ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ലിസ്റ്റ് these components. Okay. Then intent filter. If an intent is sent to the Android system, it will determine suitable applications for this intents. If several components have been registered for this type of intents, Android offers the user the choice to open one of them. This determination is based on intent filters. Okay, an intent filter specifies the types of intent that an activity, service, or broadcast receiver can respond to. An intent filter declares the capabilities of a component. It specifies what an activity or service do and what type of broadcast a receiver. It allows the corresponding component to receive intents of the declared type. Intent filters are typically defined via the Android manifest.xml file, which we learn in the upcoming module. So, 6th module നമ്മൾ ഈ ഒരു കാര്യം പഠിക്കും ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML. ഓക്കെ. ദെൻ അത് മുമ്പ് നമ്മളൊരു ടോപ്പിക്കിൽ കണ്ടിട്ടുണ്ട്, ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML ഫയൽ. അതിലാണ് ഇതെല്ലാം എഴുതുക. ഓക്കെ. ദെൻ if a component does not define an intent filter, it can only be called by explicit intents. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ജസ്റ്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് കമ്പോണൻറ്റ് നമുക്ക് കിട്ടും അല്ലേ? ലിസ്റ്റ് ഓഫ് കമ്പോണൻറ്റിന് യൂസർ ക്യാൻ ചോയ്സ് വൺ ഓഫ് ദ കമ്പോണൻറ്റ് അല്ലേ? വൺ ഓഫ് ദ കമ്പോണൻറ്റ്സ്. ഓക്കെ. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻറ്റൻറ്റ് ഫിൽട്ടേഴ്സ്. ഇൻറ്റൻറ്റ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻറ്റൻറ്റ്, the types of intent that an activity, service, or broadcast receivers respond to. ഒരു കമ്പോണൻറ്റിൻ്റെ കാപ്പബിലിറ്റി എന്താ, അതൊക്കെയാണ് ഒരു ഇൻറ്റൻറ്റ് ഫിൽട്ടർ പറയുന്ന കാര്യം. ഓക്കെ. ജസ്റ്റ് നമുക്കൊരു ആക്ഷൻ, നമുക്ക് ജസ്റ്റ് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മീൻസ് അതിന് ഏത് ടൈപ്പ് ആക്ടിവിറ്റി ആയിരിക്കണം, ഏത് ടൈപ്പ് സർവീസ് ആയിരിക്കണം, ശരിക്കും ഈ ആക്ടിവിറ്റി, സർവീസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ഇതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഈ ഇൻറ്റൻറ്റ് ഫിൽട്ടേഴ്സ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മളൊരു പർട്ടിക്കുലർ ഇൻഡൻറ്റ് ഫിൽട്ടർ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് അതൊരു ഇംപ്ലിസിറ്റ് ഫിൽട്ടർ ആയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് കമ്പോണൻസ് നമുക്ക് കാണിക്കുക. നമ്മൾ അങ്ങനൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അത് നമ്മുടെ കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡിലെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു ഇൻറ്റൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുവരെ മൊഡ്യൂൾ 5 നമ്മൾ പഠിച്ചിട്ടുള്ളത് കമ്പോണൻറ്റ് ഓഫ് ആൻഡ്രോയിഡ് തന്നെയാണ്. ഫസ്റ്റ് ജസ്റ്റ് ആൻഡ്രോയിഡ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോറി, ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആണ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺസിനെ വെച്ചിട്ട്. ദെൻ കമ്പോണൻസിൽ പോയി, വി ഹാവ് ആപ്ലിക്കേഷൻ കമ്പോണൻസ്, യൂസർ ഇൻ്റർഫേസ് കമ്പോണൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആപ്ലിക്കേഷൻ കമ്പോണൻസിന് തന്നെ ആക്ടിവിറ്റി, സർവീസസ്, ഫോർകാസ്റ്റ്, റിസീവേഴ്സ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും ആക്ടിവിറ്റി ആർക്കിടെക്ചർ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ലൈഫ് സൈക്കിൾ, ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സർവീസ് ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ വ്യൂസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ് കമ്പോണൻസിൽ വരുന്ന വ്യൂസ് ആൻഡ് നോട്ടിഫിക്കേഷൻ, അതിൽ യൂസ് ചെയ്യുന്ന ബേസിക് വ്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ വ്യൂസിനൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ദെൻ നോട്ടിഫിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസിൽ ഈ ഒരു ഇൻറ്റൻസ്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഇൻറ്റൻസ് ആൻഡ് ഇൻറ്റൻറ്റ് ഫിൽട്ടേഴ്സ്, ഇത്രയും ഒക്കെയാണോ? Please respond. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ എക്സസൈസിലേക്ക് പോവാം. ഒരു മെട്രിക്സ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? എങ്ങനെയാണ് അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആലോചിച്ചായിരുന്നോ? ഓക്കെ ആയിരുന്നോ? ഹലോ, കിട്ടിയായിരുന്നോ? ജസ്റ്റ് നോക്കാം നമ്മൾ പറഞ്ഞത്. ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? റീഡ് ചെയ്യുന്നതും നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, യൂസിങ് 2 for loops അല്ലേ? 4 out of 4 loops, we use that for our rows അല്ലേ? I less than n, I plus plus. N j plus plus. And we need to read that particular element അല്ലേ? എലമെന്റ് എഴുതുന്നതിന് മുന്നേ എൻ്റെ യുവർ അറേ എലമെന്റ്സ് എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. സോ CR എൻ്റെ യുവർ
array elements. Then we are reading that elements and storing it to our array. Array of I, j. ഇത്രയും ഓക്കെ ആണോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്നുകൂടി പറയണോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അഭിജിത്ത്. ബാക്കിയുള്ളവരും? Okay. So the next action we need to do is display our array elements. അല്ലേ? ഇപ്പം ഈ ഒരു ഇത്രയും code is used to read a particular element and to store that element to this array. A of ij പറഞ്ഞിട്ടുള്ള അറേയിലേക്ക് ആ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു അറേ ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? ഇതുപോലത്തെ ഒരു കോഡ് തന്നെ വേണം. ബിക്കോസ് റോ ആൻഡ് കോളം വൈസ് നമുക്ക് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് കിട്ടണം അല്ലേ? സോ അഗെയിൻ ഫോർ I equal to 0, I less than n, I plus plus. For j equal to 0, j less than n, j plus plus. Display j. So cout a of I j. C of I j ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും if we want ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ we need to use our tab. Then ഓരോ റോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻസ് ഇതിപ്പോൾ ഒരു റോയിലെ എലമെന്റ്സ് ആയിരിക്കും എൻ്റർ ചെയ്യുക. ഈ ഒരു കോഡിൽ ഒരു റോയിൽ വരുന്ന ഡിഫറെൻറ്റ് കോളത്തിൽ വരുന്ന എലമെന്റ്സ് ആയിരിക്കും ഈ ഒരു ഇന്നർ ലൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ entering each row we need to move to a new line. So we need to write cout new line here after closing inner loop and inside outer loop. Okay, so ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ നമ്മുടെ മെട്രിക്സ് വരും. ഓക്കെ, സപ്പോസ് വി ആർ എൻട്രിങ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എൻ്റർ യുവർ അറേ എലമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് വി ആർ എൻട്രിങ് നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? 3x3 മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, m equal to 3 and n equal to 3. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ കോഡ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ അറേയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എ ഓഫ് 0ൽ, എ ഓഫ് 1ൽ, എ ഓഫ് 2. ഓക്കെ, എ ഓഫ് 0, 0 ആണ്. ഓക്കെ, സോ അറേ മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് തന്നെയാണ്. ഓൾറെഡി എ ഓഫ് 0, 0, എ ഓഫ് 0, 1, എ ഓഫ് 0, 2, എ ഓഫ് 1, 0, എ ഓഫ് 1, 1, എ ഓഫ് 1, 2, എ ഓഫ് 2, 0, എ ഓഫ് 2, 1, എ ഓഫ് 2, 2 ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? സോ ഇതൊരു കോഡ് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഈ ഒരു കോഡ് നോക്കാം. നെക്സ്റ്റ് പേജിലാക്കാം കേട്ടോ. Okay, so for I is equal to 0, I less than n, I plus plus. Check ചെയ്യും. I equal to 0 ആണ്. I less than n ആണോ? I less than 3. 0 less than 3 ആണ്. ചെക്ക് ചെയ്യും. Which is true. Entering into our for loop. Again, it sees the for loop of j variable in a for loop.
So j is equal to 0, j less than n, 0 less than 3. Again, the condition is true, entering into our inner loop body. It says C of A of ij. That means it will display the element residing A of I. I is equal to 0, F 0, J is equal to 0. A of 0, 0 element display here. Right. So it will display this one. Okay. So ഇത് ചെയ്തതിന് ശേഷം we have a tab. ടാബിനുള്ളൊരു കമൻറ്റ് ഇവിടെ ഉണ്ട്. സോ 1 കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുക്കും. ടാബ്. Okay. Then after seeing the crossing braces of inner loop, it will increment the value of j. J will be 1. J equal to 1. Again, it checks our condition whether j is less than n. That means 1 less than 3. Condition is again true. Simply it will display the element residing in A of ij. A of I is equal to 0 and j is changed to 1. So displays the element residing A of 0, 1. In A of 0, 1 we have the element 2 and it will displace it and ചെറിയൊരു space in the book. Again it sees the crossing braces of inner loop, increments the value of j will be 2. Again it checks the condition whether 2 less than 3. Condition true. Okay, A of ij. I is 0, it is not changed and j is changed to 2. So it displays the value in A of 0, 2, that is 3. Again space. Okay, again it says the crossing braces of our inner loop. It increment the value of j will be 3 and it will check the condition j less than n, 3 less than 3. The condition failed. Yeah. Condition fail it will exit our for loop body of j variable. Inner for loop body exit out. Okay, after exiting this inner for loop body, it says the statement for a new line. So the cursor will move to our new line. Okay, again it says the crossing braces of outer for loop. So outer for loop in the crossing braces കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യും, it will increment the value of I. I will be 1 and it will check the condition whether I less than m. That means 1 less than 3. Check the condition is true. So it enters into the for loop body of outer for loop body. Okay, again it says j equal to 0. ഈ സമയത്ത് I for outer for loop body in the second iteration again we have j is equal to 0. J is equal to 0 and we check whether j is less than n. 0 is less than 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. Condition true. Condition true ആണ്. So വീണ്ടും inner for loop body ന്റെ അകത്തേക്ക് പോകും. Says a statement to display the element residing in A of ij. So here we have I is equal to 1 and j is equal to 0. And the cursor is in a new line. Okay, so A of I0 element ആയിരിക്കും display ചെയ്യുക, which is 4. Okay, 4, then tab. Crossing braces of inner loop, increment the value of j will be 1. It checks whether 1 less than 3, again true. So it displays the element residing in A of ij. I is equal to 1 and j is equal to 1. So I of 1, 1 is the element display ചെയ്യും, which is 5. ഇതാണ് A of 1, 1. Okay.
5 ഡിസ്പ്ലേ ചെയ്യിച്ചു along with ഒരു ടാബും കൂടി കൊടുത്തു ഒരു സ്പേസും കൂടി കൊടുത്തു. Again it says the percentages of in a for loop, so increment the value of j will be 2, checks 2 less than 3, whether 2 less than 3 ആണോ ചെക്ക് ചെയ്യും. Again true, displays the value residing a of 1, 2, because j is having the value 2. Okay, displays 6. Now again percentages of in a for loop, j will be incremented to 3, checks whether 3 less than 3, condition failed. എന്താ സംഭവിക്കുക? കണ്ടീഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ what will happen? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യോ? കണ്ടീഷൻ ഫെയിൽ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഓരോരുത്തരെ വിളിക്കണോ ഇനി? പാർവതി, ഉത്തരം അറിയാവുന്നവര് വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ ഓരോരുത്തരെ വിളിക്കാം. പാർവതി, പാർവതി ഇല്ലേ? പറയൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. കേട്ടായിരുന്നോ? പറയുന്നൊക്കെ കേട്ടായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ജസ്റ്റ് j = 3 എന്നായി. ഓക്കെ, ഇത്രയും വാല്യൂസ് നമ്മൾ റൈറ്റ് ചെയ്തു. j = 3 എന്നായി. അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ 1 ആണ്. ജെ ലൂപ്പ് നമ്മൾ ആ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നൗ j = 3, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. 3 less than 3 ആണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ ഈസ് ഫെയിൽ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എക്സിക്യൂഷൻ ഫ്ലോ അടുത്തത് എന്തായിരിക്കും? ഓക്കെ, എടാ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഒരു ഫെയില് വന്നാൽ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് പറയാൻ എത്ര മടി? ഏതൊരു ഫോർ ലൂപ്പ് ബോഡി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് ബോഡിയാണ് അല്ലേ? ഒരു ചെറിയ ഫോർ ലൂപ്പ് ബോഡിയാണ്, ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു ബോഡി അല്ലേ? ആദ്യം തന്നെ ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ. ആ ഒരു പർട്ടിക്കുലർ വാല്യൂക്ക് വേരിയബിളിന് നമ്മൾ വി ഗീവ് സം വാല്യൂ അല്ലേ? ദെൻ ഇറ്റ് വിൽ ചെക്ക് സം കണ്ടീഷൻ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ എക്സിക്യൂട്ട് ദ ബോഡി ഓഫ് ഫോർ ലൂപ്പ് അല്ലേ? ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ we simply skip this body അല്ലേ? ആണോ? കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ആ ഫോറിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ വി വിൽ സ്കിപ്പ്. ഓക്കെ, സോ ഇനി കണ്ടീഷൻ ശരിയാണെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ഈ എഴുതുന്നത് എവിടെയെങ്കിലും നോട്ട് ചെയ്യണേ, കണ്ടിട്ട് താഴെ എഴുതാം. ഓക്കെ, ഫോർ ലൂപ്പ് ഫസ്റ്റ് initialization. Okay, first initialization
second checking condition. Okay, condition true ആണെങ്കിൽ മാത്രം we will execute loop body. Okay, false ആണെങ്കിലോ സെക്കൻഡ് ആണ്. ഓക്കെ, false ആണെങ്കിലോ false ആണെങ്കിൽ എന്താണ്? skip loop body. ഇതൊക്കെ അല്ലേ? ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് പരിപാടിയുണ്ട്. When we see the closing phrases of that particular loop, we will update our variable. We will update our variable. അതെന്താണോ തന്നിട്ടുള്ളത്, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്, വാട്ട് എവർ വി ഗിവൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോഡ്. ഓക്കെ, ഇവിടെ ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ തന്നതിനനുസരിച്ച് വി വിൽ അപ്ഡേറ്റ് ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ. അല്ലേ? അഗെയിൻ വി സ്വിച്ച് ടു കണ്ടീഷൻ. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കിടന്ന് കളിക്കും. അഗെയിൻ വി ചെക്ക് ദ കണ്ടീഷൻ വെദർ ഇറ്റ് ഈസ് ട്രൂ, വി വിൽ എക്സിക്യൂട്ട് ദ ബോഡി. ആഫ്റ്റർ സീയിങ് ദിസ് ക്ലോസിംഗ് ബ്രേസസ് വി വിൽ അപ്ഡേറ്റ് ദ വേരിയബിൾ. അഗെയിൻ വി ചെക്ക്, എക്സിക്യൂട്ട് ദ ബോഡി. ആഫ്റ്റർ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി. ആഫ്റ്റർ സീയിങ് ദിസ് ക്ലോസിംഗ് ബ്രേസസ് വി വിൽ അപ്ഡേറ്റ് ദ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഓരോ വട്ടവും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വട്ടവും ട്രൂ ആകുമ്പോഴും വി വിൽ എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി, ആൻഡ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ് ബോഡി വി വിൽ increment the variable, and again we check that particular condition with the new variable. Okay, ഈ പ്രോസസ് ഈ സെക്കൻഡ് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ബട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ ദ കണ്ടീഷൻ വിൽ ഫെയിൽ. അല്ലേ? അങ്ങനെ ഒരു കണ്ടീഷൻ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് പർട്ടിക്കുലർ ബോഡി. ഇത് ഓക്കെ ആണോ? ഈ പറഞ്ഞത് ഓക്കെ ആണോ? യെസ്, സ്കിപ്പ്. ഓക്കെ, ഓക്കെ ആണോ എല്ലാവർക്കും? എടാ പറഞ്ഞേ, ഓക്കെ ആണോ ഇപ്പോൾ ഈ പറഞ്ഞത്? ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത്, നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? വി ഹാവ് ഔട്ടർ ഫോർ ലൂപ്പ് ആൻഡ് ഇന്നർ ഫോർ ലൂപ്പ്. അല്ലേ? ഓക്കെ, അപ്പോൾ ഔട്ടർ ഫോർ ലൂപ്പിൽ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ വന്നു, ഐ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ വന്നു, ആൻഡ് ബോത്ത് വാല്യൂസ് ആർ ലെസ്സർ ദാൻ 3. അല്ലേ? ഇവിടെ കണ്ടീഷൻ തെറ്റിയിട്ടില്ല. ഇവിടെ കണ്ടീഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വി നീഡ് ടു സ്കിപ്പ് ഓൾ ദീസ് കോഡ്. ഇറ്റ്സ് ലൂപ്പ് ബോഡി. അല്ലേ? അപ്പം ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോയിട്ടുള്ളത്. കണ്ടീഷൻ ഫെയിൽ ആയത് ഈ ഒരു ചെറിയ ലൂപ്പിൽ മാത്രം. ഈ ഒരു ലൂപ്പിൻ്റെ ഇന്നർ ലൂപ്പിൻ്റെ ബോഡി ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് 0 വന്നു, കണ്ടീഷൻ ശരിയാണ്, 0 is less than 3, 1 വന്നു, 1 is less than 3, 2 വന്നു, 2 is less than 3. അതൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തി. അഗൈൻ j is equal to 3 വന്നു, 3 less than 3 ആണ്, ഫെയിലായി. എന്താകും? 3 less than 3 ആണ്. ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിൽ എന്താകും? ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ബോഡി, അതായത് ഈ ഓപ്പണിംഗ് ബ്രേസസ് മുതൽ ഈ ക്ലോസിംഗ് ബ്രേസസ് വരെയുള്ള കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ലൂപ്പിൻ്റെ ബോഡി മാത്രമേ നമ്മൾ സ്കിപ്പ് ചെയ്യുള്ളൂ. നമ്മളിപ്പോഴും ഔട്ടർ ലൂപ്പിൻ്റെ ബോഡി തന്നെയാണ്. വി ആർ എക്സിക്യൂട്ടിങ് അവർ ഔട്ടർ ലൂപ്പ്, ഔട്ടർ ഫോർ ലൂപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ന്യൂ ലൈൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. Curses is just new line. Then we are seeing our closing braces of our outer for loop body. Closing braces of outer for loop body എന്ന് പറയുമ്പോൾ നമ്മൾ എന്താവും? ഔട്ടർ ഫോർ ലൂപ്പ് വേരിയബിൾ അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും 2. അപ്ഡേഷൻ കഴിഞ്ഞത് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ചെക്ക് ദ കണ്ടീഷൻ വെദർ 2 is less than 3 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? വി നീഡ് ടു എക്സിക്യൂട്ട് ദിസ് ഹോൾ ഫോർ ലൂപ്പ് ബോഡി, ഔട്ടർ ഫോർ ലൂപ്പ് ബോഡി. അല്ലേ? ആണോ? ഓക്കെ, അങ്ങനെ ഔട്ടർ ഫോർ ലൂപ്പ് ബോഡീൻ്റെ അകത്തെത്തി നമ്മൾ വീണ്ടും ജെ ഫോർ ലൂപ്പ് കാണാം. അല്ലേ? ജെ ഈക്വൽ ടു 0 ആയി. ഓക്കെ, ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഐ ഈസ് ഈക്വൽ ടു 1 ആയിരുന്നപ്പോൾ ഉള്ള കണ്ടീഷൻ ആയിരുന്നത്. ഓക്കെ, ഇത് എക്സിറ്റ് ചെയ്തോടുകൂടി ജെയിൻ്റെ വാല്യൂ ഒക്കെ മാറി, ഇത് പിന്നെ ഇല്ല. ഓക്കെ, ഈ ഫോർ ലൂപ്പിൻ്റെ ബോഡി എക്സിറ്റ് ചെയ്തോടുകൂടി ജെയിൻ്റെ വാല്യൂ കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ലൂപ്പിലെ ഈ ഒരു ജെയിൻ്റെ വാല്യൂ ഒക്കെ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ?
ഓക്കെ ആണോടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ വരുമ്പോൾ എനിക്ക് വേണ്ട പ്രോഗ്രാം, എനിക്ക് 2 മെട്രിക്സ് റീഡ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, 2 മെട്രിക്സ് റീഡ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ആ 2 മെട്രിക്സിൻ്റെയും സമ്മും കണ്ട് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ ഓക്കെ, 2 മെട്രിക്സ് റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം, റീഡ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. മെട്രിക്സ് എ, മെട്രിക്സ് ബി. ഓക്കെ, ദെൻ സം എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സമ്മിൽ എനിക്ക് എൻ്റെയും ബിൻ്റെയും സമ്മ് കിട്ടണം. ഓക്കെ, മെട്രിക്സ് അഡീഷൻ അറിയാമല്ലോ, സെയിം പ്രോസസ്. അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം. അറ്റൻഡൻസ് അഭിജിത്ത്, അനുപിന്ദ്,